വൈകുന്നേരം ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് നോക്കിയത് എൻ്റെ ചെടികളൊക്കെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നല്ല വെയിലും ചൂടും ഒക്കെ കൂടി വരുന്ന സമയമാണ്. അപ്പം രാവിലെ വെള്ളം ഒഴിച്ചാലും ചിലപ്പോൾ നമ്മൾ വൈകുന്നേരം നനയ്ക്കേണ്ടതായിട്ട് വരും. കുറഞ്ഞ പക്ഷേ നമ്മൾ ഒന്നിടവിട്ടെങ്കിലും ഒന്ന് നനച്ചു കൊടുത്തെങ്കിലും നമ്മുടെ ചെടിയൊക്കെ ആരോഗ്യത്തോടു കൂടി ഇരിക്കത്തുള്ളൂ കേട്ടോ. പൂവും പൂച്ചെടികളൊക്കെയാണ് ഇഷ്ടമെങ്കിലും വളർത്താനും പരിപാലിക്കാനും ഒക്കെ എളുപ്പം ഇലച്ചെടികൾ. അതുകൊണ്ട് തന്നെ ഇലച്ചെടികളാണ് കേട്ടോ എൻ്റെ കൊച്ചു ഗാർഡനിൽ കൂടുതൽ. വലിയ വിലപിടിപ്പുള്ള ചെടികളൊന്നും ഇലച്ചെടികളുടെ കൂട്ടത്തിലില്ലെങ്കിലും ഇലയിലെ വൈവിധ്യം കൊണ്ടുവരാനായിട്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കും. എൻ്റെ ഗാർഡനിലെ മിക്ക ചെടികളും ഞാൻ ഹണ്ട് ചെയ്ത് കൊണ്ടുവന്ന് പിടിപ്പിച്ചിട്ടുള്ളതാണ്. ഈ റിബൺ പ്ലാന്റും മണി പ്ലാന്റും ഫിലോഡൻഡ്രോണൊക്കെ ഹണ്ട് ചെയ്ത കൂട്ടത്തിൽപ്പെട്ടവയാണ്. ഹാങ്ങിങ് പ്ലാന്റ്സ് പലതും നമ്മൾ 80 രൂപയ്ക്ക് 100 രൂപയ്ക്കൊക്കെ പലപ്പോഴായിട്ട് ഇങ്ങനെ വാങ്ങിച്ച് ഹാങ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഞാൻ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ആദ്യം നോക്കുന്നത് അവരുടെ വീടിൻ്റെ മുറ്റത്തിരിക്കുന്ന ചെടികളൊക്കെ, അവരെങ്ങനെയാണ് ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, എങ്ങനെയാണ് പരിപാലിക്കുന്നത് എന്നൊക്കെ നോക്കും. ചെടികളുടെ വൈവിധ്യം നോക്കും. പൂച്ചെടിയാണോ ഇലച്ചെടിയാണോ കൂടുതലെന്ന് നോക്കും. ഗാർഡൻ അറേഞ്ച് ചെയ്യുന്ന കാര്യത്തിലും ചെടികൾ നട്ട് നനച്ച് വളർത്തുന്ന കാര്യത്തിലും പലപ്പോഴും ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്ത് വിജയിക്കണമെന്ന് കരുതുന്ന ഒരു മേഖലയാണ് ഈ ഗാർഡനിങ്. എന്നോട് എൻ്റെ ഹസ്ബൻഡ് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യാതൊരുവിധ പ്രയോജനമില്ലാത്ത ഈ ഇലച്ചെടികളൊക്കെ നട്ട് വളർത്തുന്നതിലും ഭേദം എന്തെങ്കിലും പഴവർഗ്ഗങ്ങളോ പച്ചക്കറികളോ ഒക്കെ നിനക്ക് നട്ട് വളർത്തിക്കൂടെ? സത്യത്തിൽ അതൊരു ചോദ്യം തന്നെയാണെങ്കിലും അതിനുള്ളൊരു ഉത്തരം എന്ന് പറയാൻ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, ഓരോരുത്തർക്കും ഓരോരോ താല്പര്യങ്ങളല്ലേ. ഈ ഇലച്ചെടികളോടുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ ഇലയിലെ വൈവിധ്യങ്ങളാണ് കേട്ടോ. ഈ മുള്ളുള്ളതും നിറമുള്ളതും നീളമുള്ളതും നീളം കുറഞ്ഞതും വലിപ്പമുള്ളതും അതുപോലെ തന്നെ പടർന്നു കയറുന്നതും അങ്ങനെ എത്ര വൈവിധ്യങ്ങളാണ് ഈ ഇലച്ചെടിയിലുള്ളത്. ടർട്ടിൽ വൈൻ എന്ന് പറയുന്ന ചെടി ശരിക്കും പറഞ്ഞാൽ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വാങ്ങിച്ച് ഞാൻ വളർത്തിയതായിരുന്നു. എപ്പോഴും അത് കുറച്ച് നിലത്ത് വീണ് പിടിച്ചു തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ മറ്റൊരു ഭംഗി ഞാൻ കണ്ടു. നല്ല വെയിലും ചൂടും ഒക്കെ കൂടി വരുന്ന സമയമാണ്. കാശ് കൊടുത്ത് വാങ്ങിച്ച ചെടികളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിപാലിക്കാൻ മറന്നു പോകരുത്. 1-2 ദിവസങ്ങളിലെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. ഇതെൻ്റെ ഒരു ചെറിയ അനുഭവം. ഗാർഡനിങ് തുടങ്ങിയ സമയത്ത് ഞാൻ പല ചെടികളും കാശ് കൊടുത്ത് വാങ്ങി. അതൊന്നും ഇപ്പോൾ എൻ്റെ ഗാർഡനിൽ എൻ്റെ കൂടെ ഇല്ല കേട്ടോ. എൻ്റെ പരിചരണക്കുറവും വെള്ളം ഒഴിക്കാൻ മറന്നുപോയതൊക്കെ കൊണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ.